ഒരിക്കൽ 5 ചെറുപ്പക്കാർ ചൂടുള്ള ഒരു ദിവസം ലണ്ടൻ പട്ടണത്തിലൂടെ നടക്കുകയായിരുന്നു. അതിൽ ഒരാൾ പറഞ്ഞു, C.S. സ്പർജന്റെ പ്രസംഗം കേൾക്കുവാൻ നമുക്ക് പോയാലെത്താണ്. എല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യമായിരുന്നു. അവർ ഒരുമിച്ച് C.S. സ്പർജന്റെ പ്രസംഗം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു ചെന്നു. അവരവിടെ കടന്നു ചെന്നപ്പോൾ തന്നെ ഒരാൾ വന്ന് അവരെ സ്വീകരിച്ചു. അവർക്കത് വളരെ സന്തോഷമായി തന്നെ തോന്നി. ആ മാന്യനായ മനുഷ്യൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചൂട് പകരുന്ന ഒരു സംവിധാനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിക്കാം. ചൂടുള്ള ദിവസമാകിയാൽ അത് കാണുവാനുള്ള ആഗ്രഹമൊന്നും ആ ചെറുപ്പക്കാർക്കുണ്ടായിരുന്നില്ലെങ്കിലും ആ മാന്യനായ മനുഷ്യനോടുള്ള ബഹുമാന നിമിത്തം അദ്ദേഹത്തിന്റെ പുറകെ അവർ കടന്നുപോയി. ഗോവണികൾ ചവിട്ടി ഇറങ്ങി താഴെ നിലയിലുള്ള ഒരു മുറിയിലാണ് അവർ ചെന്ന് നിന്നത്. വളരെ വിശാലമായ ഒരു ഹാൾ. അവിടെ 700-ലധികം ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടെ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് അല്പനിമിഷം കൂടെ കഴിയുമ്പോൾ മുകളിലെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആത്മീക ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീരുന്നത്. ആ മാന്യനായ മനുഷ്യൻ C.S. സ്പർജൻ തന്നെയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ബാല്യകാലവും തൻ്റെ ശുശ്രൂഷാ ജീവിതവും വളരെ പ്രസിദ്ധമാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ, പ്രത്യേകിച്ച് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ, അധികമാരും ഉപയോഗിക്കാത്ത ഒരു പേരാണ് യോസഫിൻ്റേത്. യോസേപ്പിന്റെ ചിത്രം പോലും നാം അവിടെ കാണുന്നില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം യോസേപ്പിനെ വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ്. നീതിമാൻ എന്ന് യോസേപ്പിനെ വിശേഷിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, തനിക്ക് വേണ്ടി വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരുന്ന മറിയ ഗർഭിണിയാണ് എന്ന അറിവ് തനിക്കുണ്ടാകുന്നു. പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായത് എന്ന അറിവിൽ അവൻ പൂർണ്ണമായി വിശ്വസിക്കുകയും അത് ഏറ്റെടുത്ത് മറിയയെ കൂടെ നിർത്തുവാൻ അവൻ ആഗ്രഹിക്കുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിലെ മതത്തിൻ്റെ നിയമവും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയും യോസേഫിന് നല്ലതുപോലെ അറിയാമായിരുന്നു. വിവാഹിതയായി തീരാത്ത മറിയ ഗർഭിണിയായി എന്നുള്ള വർത്തമാനം മതത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ചലനങ്ങളെക്കുറിച്ച് യോസേഫിന് നല്ലതുപോലെ അറിയാമായിരുന്നു. അവളെ കല്ലെറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന മതത്തിൻ്റെ മേലധ്യക്ഷന്മാരും സമൂഹത്തിൻ്റെ മാന്യന്മാരായ ആളുകളുടെയും മുൻപാകെ കല്ലേറിനും ക്രൂരമായ പീഡനത്തിനും അവളെ വിട്ടുകൊടുക്കുവാൻ യോസേപ്പിന് അല്പം പോലും മനസ്സായില്ല. യോസേപ്പ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുത്തു. അതിലൂടെ മറിയയ്ക്കു വേണ്ടി എത്രമാത്രം സംരക്ഷണം നൽകുവാൻ തനിക്കാകുമോ അത് മുഴുവൻ അവൾക്ക് നൽകുവാൻ മനസ്സോടെ അവൻ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും ഒരു വലിയ യാത്രയിലേക്കാണ് താൻ പോകുന്നത് എന്ന തിരിച്ചറിവുണ്ടായിട്ടും ദൂതൻ തന്നോട് പറഞ്ഞ വാക്ക് അതുപോലെ ഏറ്റെടുത്ത് അതിൽ വിശ്വസിച്ച് മറിയയുമായി അവൻ യാത്ര ചെയ്യുകയാണ്. കടന്നുപോയ പാതകളെല്ലാം വളരെ വേദനയും പ്രയാസവും ഉള്ളതായിരുന്നുവെങ്കിലും അത് മനസ്സോടെ സഹിക്കുവാനും ഉൾക്കൊള്ളുവാനും തയ്യാറായത് ക്രിസ്തു ലോകത്തിന് വെളിച്ചമായും ഇരുളിൽ ഇരിക്കുന്ന ജനത്തെ വലിയൊരു പ്രകാശത്തിലേക്ക് നയിക്കേണ്ടവനും മരിച്ചവരെ ഉയർപ്പിക്കുകയും പാപികൾക്ക് മോചനം നൽകുകയും അനാഥർക്കും വിധവമാർക്കും എല്ലാമെല്ലാമായി മാറേണ്ടവനാണ് എന്നുള്ള ഈ ശിശുവിനെ കുറിച്ചുള്ള തൻ്റെ അറിവാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.